ഈ ഷവർമ്മ വീട്ടിലേക്ക് വന്നാൽ അതിലൊരു പീസ് പോലും എനിക്ക് കിട്ടാതിരിക്കാൻ ഈ ഉമ്മ കാണിക്കുന്ന സാമർത്ഥ്യം, അത് അതീവ സാമർത്ഥ്യം തന്നെ, സമർത്ഥമായിരുന്നു. എന്ന് മാത്രമല്ല, ഉമ്മ എന്നെ ശപിച്ച് സംസാരിക്കുമ്പോൾ എന്നെയും എൻ്റെ 3-4 തലമുറയൊക്കെയാണ് ശപിക്കുക. ഞാൻ ഈ ശാപം കേട്ട് പലപ്പോഴും അലക്കുകല്ലിൽ തളർന്നു വീണിട്ടുണ്ട്. ഇങ്ങനെ കുറേ പറഞ്ഞതിന് ശേഷം ഈ സഹോദരിയുടെ അടുത്ത എന്നോടുള്ള ആദ്യത്തെ ചോദ്യം എന്താ അറിയാം? സത്യത്തിൽ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയല്ലേ ഈ സദസ്സിൽ എൻ്റെ ക്ലാസ്സിന് കൊണ്ടുവന്ന് ഇരുത്തേണ്ടത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഞാൻ അതിനവരോട് പറഞ്ഞ മറുപടി, ഞാൻ ചോദിച്ചു, പ്രയാസം തീരേണ്ടത് നിങ്ങൾക്കാണോ ഭർത്താവിൻ്റെ ഉമ്മാക്കാണോ? അതെനിക്കാണ്. എങ്കിൽ നിങ്ങളാണ് ഇവിടെ ഇരിക്കേണ്ടത്. അദ്ദേഹത്തിന് സഹോദരിക്കത് ഇഷ്ടമൊന്നും ആയിട്ടില്ല, പക്ഷെ ഇരുന്നു, വേറെ വഴിയില്ലാത്തത് കൊണ്ട്. അങ്ങനെ 3ാമത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ങാവുന്ന, തണലാവുന്ന ആളായി മാറിയിട്ടുണ്ട്. എന്താണ് ചെയ്തതെന്നറിയോ? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ഏതൊരു മനുഷ്യനോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുക എന്നത് നിങ്ങളുടെ കഴിവാണ്, നിങ്ങളുടെ മികവാണ്, അത് നിങ്ങളുടെ ഗുണമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ പ്രകടമാക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ അതൊന്ന് എനിക്ക് കാണിച്ചു തരും. എനിക്ക് വ്യക്തമായി അത് എന്ത് ചെയ്യാറുണ്ട്? നമ്മളതിനൊരു മെത്തേഡ് പറയാറുണ്ട്. DRS, ഡൂയിങ് റെക്കോർഡിംഗ് ഷെയറിംഗ് എന്ന് പറയുന്ന ട്രെയിനിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണത്. കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു, അത് വിലയിരുത്തുന്നു. അതിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ഈ ഭർത്താവിൻ്റെ ഉമ്മയോട് സ്നേഹം കാണിക്കണം. അപ്പോൾ ഈ സഹോദരിയുടെ ചോദ്യം, ഞാൻ വീട്ടിൽ പാചകം ചെയ്യുന്നുണ്ട്, ഞാൻ വീട്ടിൽ അലക്കാറുണ്ട്, ഞാൻ വീട്ടിൽ വീട് തുടക്കാറുണ്ട്, വീട് പരിചരിക്കാറുണ്ട്, ഇങ്ങനെ ഒരുപാട് പണിയെടുക്കാറുണ്ട്, ഇതൊന്നും സ്നേഹവും ഇതൊന്നും അല്ലേ? നിങ്ങൾ അത്തരം മല പോലുള്ള വലിയ വലിയ പണികൾ എടുക്കണം എന്നെനിക്ക് നിർബന്ധവുമില്ല. പക്ഷെ ചെറിയ കൊച്ചു ചില കാര്യങ്ങൾ ചെയ്യണം. അതെന്താ? അത് ഈ ഭർത്താവിൻ്റെ ഉമ്മയുടെ മുഖത്തേക്ക് പരിഗണനയോടെ ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും നിങ്ങൾ നോക്കണം. വലിയ മെനക്കെടാണോ? രണ്ടാമത്തത് ഭർത്താവിൻ്റെ ഉമ്മയോട് പുഞ്ചിരിക്കണമെന്നതാണ്. 3ാമത് ഞാൻ പറഞ്ഞു, നിങ്ങളവരെ പരിഗണനയോടെ ഉമ്മ എന്ന് വിളിക്കണം. 4ാമത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭർത്താവിൻ്റെ ഉമ്മയോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട് എന്ന് തോന്നിക്കുന്ന ഏതാനും ചില കലിമത്തുകൾ, ചില വാക്കുകൾ, വേർഡ്സുകൾ, അത് ചിലപ്പോൾ ചില സമ്മതം ചോദിക്കലാകാം, ചിലപ്പോൾ മറ്റു ചില വാക്കുകളാകാം, അങ്ങനെ പറയണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാനതൊക്കെ പരിശോധിച്ചതാണ്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഇവിടെ നിന്ന് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇതായിരുന്നു ഞാൻ പറഞ്ഞ പരിഹാരം. ഇത് പറയുമ്പോൾ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. ഞാൻ ആ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് പിന്മാറിയിട്ട് പറയാൻ ഉദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തിരിച്ചു പോരുക. എന്താണ് പറയാനുള്ളതെന്നറിയോ? ഒരാളോട് നാം പെരുമാറുന്ന സമയത്ത്, നാം സമീപിക്കുന്ന സമയത്ത്, ഒരാളോട് നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മളിൽ നിന്നുണ്ടാകുന്ന കൊച്ചു 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 പെരുമാറ്റങ്ങൾ, അതിനാണ് വലിയ അർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. നാം പരസ്പരം കണ്ടൊന്ന് പുഞ്ചിരിക്കാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ, പരസ്പരം ഒന്ന് സ്നേഹത്തോടെ മുഖം നോക്കാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ, പരസ്പരം നമ്മൾ ഒന്ന് ബഹുമാനമുള്ള സന്തോഷമുള്ള പദങ്ങൾ പറയാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ, അവിടെ നിന്നാണ് ജീവിതം അവതാളത്തിലാകുന്നതിൻ്റെ തുടക്കം. നിങ്ങൾക്ക് എത്ര വലിയ ഔദ്യോഗിക വിദ്യാഭ്യാസങ്ങൾ കൂടെയുണ്ടെങ്കിലും നിങ്ങൾ പരാജിതരാണ് ഈ വിഷയമില്ലെങ്കിൽ. ഇതൊരു മനുഷ്യന്റെ മൂല്യമാണ്. ഒരു വലിയ ഹോസ്പിറ്റൽ എല്ലാ ഫെസിലിറ്റീസുകളും കംപ്ലീറ്റഡ്, എന്താണ്, ഹൈ പ്രൊഫൈലുള്ളതാണ്, ഹൈ ഡിസൈൻഡാണ്, വളരെ ഉയർന്ന നിലവാരമുള്ളതാണ്.
അവിടെയുള്ള ഡോക്ടർ പേര് കേട്ട ലോക പ്രശസ്തനാണ്. അവിടെ എല്ലാ മെഷീനറികളുമുണ്ട്. പക്ഷേ ആ ഡോക്ടർ ഒരു രോഗി വന്നാൽ ഒന്ന് പുഞ്ചിരിക്കുകയോ മുഖത്തേക്ക് നോക്കുകയോ ചെയ്യില്ല എങ്കിൽ ആ ഹോസ്പിറ്റലിലെ ആ ആതുരാലയത്തിലെ എല്ലാ സേവനങ്ങളും അർത്ഥശൂന്യമാവുകയും വളരെ പെട്ടെന്ന് തന്നെ അത് പൊളിഞ്ഞു പോവുകയും ചെയ്യും. അവിടെ എന്നും പ്രശ്നങ്ങളുടെ അധ്യായങ്ങൾ നിരവധി ഉണ്ടാകും. ചില ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്നാൽ, പ്രത്യേകിച്ച് ചില ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്നാൽ ചില ഡോക്ടർമാർക്ക് ഇങ്ങനൊരു അസുഖം ഉണ്ടാകും. നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് ഇത്തരം ഡോക്ടർമാർ ആദ്യം എന്ത് ചെയ്യാറുണ്ട്, മാനേഴ്സ് പഠിപ്പിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് കേൾക്കരുത്, അങ്ങനെ പറയുകയും ചെയ്യരുത്. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു മനുഷ്യനോടെങ്ങനെ പെരുമാറണം, ഇത് അനിവാര്യമാണ്. ഇതുള്ള ഒരു സഹോദരി അവർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ അവരൊരിക്കലും പരാജയപ്പെടുകയില്ല എന്നതിൻ്റെ തെളിവാണ് ഇത്ര ദാരുണമായ ദുരന്തപൂർണമായ ഒരു ഭർത്തൃമാതാവിൻ്റെ മുമ്പിൽ നിന്ന് വന്ന സഹോദരി 4 ആഴ്ച തികയുമ്പോഴേക്ക് ആ സഹോദരി പറയുന്നു, ഇന്ന് എൻ്റെ ഭർത്തൃമാതാവിൻ്റെ സ്ഥിതി എന്താണെന്നറിയോ? ഞാൻ ഉംറയ്ക്ക് വേണ്ടി എനിക്കൊരു അവസരം കിട്ടി പോകുമ്പോൾ എന്നെ ആദ്യം പിന്തുണച്ചത് ഈ ഉമ്മയാണ്. ഞാൻ ഉംറയ്ക്ക് ഒരു ക്ലാസ്സിന് പോകുന്ന ഒരു ദിവസം ഇന്ന് പാചകം നേരത്തെ ചെയ്യട്ടെ എന്ന് കരുതി അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് കഴിക്കാനും കൂടെ കൊണ്ടുപോകാനുള്ള പ്രാതലുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാൻ മുറ്റിറങ്ങി ഒന്ന് അടിച്ചു വൃത്തിയാക്കട്ടെ എന്ന് കരുതി മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ ഈ ഉമ്മ ചരിത്രത്തിലാദ്യമായി മുറ്റടിച്ചു വാരിയിരിക്കുന്നു. ആ സഹോദരി പറയുന്നു, ഇന്നെൻ്റെ ജീവിതം ധന്യമാണ്. നിങ്ങൾ ഇതിനു വേണ്ടിയായിരുന്നോ വീട് വിട്ടിറങ്ങി വലിയ പ്രൊഫൈൽ നേടിയത്? ഇതിനു വേണ്ടിയായിരുന്നോ നിങ്ങൾ വലിയ ജോലി തേടിയിരുന്നത്? ഇത് ഭയപ്പെട്ടിട്ടായിരുന്നോ നിങ്ങൾ ഇപ്പോൾ വൈവാഹിക ജീവിതം വേണ്ട, ഞാൻ പ്രൊഫൈൽ തേടിപ്പോവുകയാണ്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി തേടിപ്പോവുകയാണെന്ന് പറഞ്ഞത്? ഇത് പേടിച്ചിട്ടാണോ? എങ്കിൽ നിങ്ങൾക്ക് എത്രയാ നഷ്ടം. ജീവിതത്തിൽ നമുക്ക് സ്വന്തം പ്രൊഫൈൽ ഉണ്ടാകുന്നതോ ജീവിത വരുമാനമുണ്ടാകുന്നതോ ഒരിക്കലും അനുചിതമല്ല. അതൊരു നമ്പർ 2 ഏർപ്പാടല്ല, അത് നല്ലത് തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ കൂടെ ഉണ്ടാകേണ്ട ഏറ്റവും അനിവാര്യമായ പരിഹാരം എന്ന് പറയുന്നത്, നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അത് നിങ്ങളുടെ പെരുമാറ്റ രീതിയിൽ നിങ്ങളെ കൂടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെയും സംതൃപ്തിപ്പെടുത്താനുള്ള നിങ്ങളുടെ കഴിവാണ്. ഈ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഇനി ഞാൻ പറഞ്ഞ് തിരിച്ചു വരികയാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വൈവാഹിക ജീവിതത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ പുറത്ത്, ഗർഭപാത്രത്തിന് പുറത്തുള്ള കുഞ്ഞിൻ്റെ ജീവിതത്തിന് മുമ്പ് തന്നെ ആ കുഞ്ഞിന് ആത്മാവ് ഊതപ്പെടുന്നൊരു കാലമുണ്ട്. ആ കാലയളവ് മുതൽ കുഞ്ഞ് നമ്മുടെ വയറ്റിൽ വളർന്നു വരികയാണ്. വളർന്നു വരുന്ന സമയത്ത് വയറ്റിലെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ മാതാവാണ് സത്യത്തിൽ ഒരു ഗർഭിണി. ആ സമയം തന്നെ നിങ്ങൾ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഈ ഗർഭത്തെ ആലോചിച്ച് സങ്കടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ പിഴക്കുന്നു. മറുവശത്ത് മറ്റൊരു പിക്ചർ പറയാം. ഈ ഗർഭത്തെ ആലോചിച്ച് നിങ്ങൾ ആത്മാഭിമാനം കൊള്ളുകയാണ്. അഥവാ എൻ്റെ ഗർഭപാത്രത്തിലിരിക്കുന്നത് വലിയൊരു അനുഗ്രഹീതനോ അനുഗ്രഹീതയോ ആണ്. ആ ഒരാളെ ഈ പ്രപഞ്ചത്തിലേക്ക് സമ്മാനിക്കാനുള്ള വലിയ മഹത്വമായ ഒരു ദൗത്യം, ആ ദൗത്യം നിർവഹിക്കാൻ അള്ളാഹു എനിക്ക് അവസരം തന്നിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ, സർവോന്നതനായ, സർവശേഷിയുള്ള ഒരു സൃഷ്ടാവ്, സർവസമ്പൂർണനായ ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവ് സംവിധാനിച്ച ഒരു കുഞ്ഞിൻ്റെ മാതാവ് ഒരു ഗർഭിണിയാണ് ഞാൻ എന്ന ബോധ്യത്തിൽ നിങ്ങൾ ആത്മനിർവൃതിയുള്ളവരാണെങ്കിൽ അപ്പോഴുള്ള ഗർഭിണിയുടെ ശാരീരികമായ അവസ്ഥയിൽ നിങ്ങൾക്ക് ഗണ്യമായ മാറ്റം കാണാം. ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സ്വസ്ഥത കാണാം. സാധാരണ ഗർഭിണിയായിരിക്കുമ്പോൾ പലർക്കും അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഷുഗർ കൂടും, പ്രഷർ കൂടുകയും കുറയുകയും ചെയ്യുന്നവരുണ്ട്. ഗർഭകാലത്ത് വ്യത്യസ്തമായ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവരോടൊക്കെ മനഃശാസ്ത്രത്തിൻ്റെ പക്ഷത്തു നിന്ന് പറയുകയാണെങ്കിൽ പറയാനുള്ളത്,
പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ കുഞ്ഞിനാവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, നിങ്ങളുടെ മനസ്സിനെ ആസ്പദമാക്കിയിട്ടാണ്. നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാണോ? നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ സുരക്ഷിതത്വമുള്ളതാണോ? അഥവാ ഇതിനെയെല്ലാം പടച്ചൊരു സ്രഷ്ടാവ്, ഉന്നതനായ ഒരു റബ്ബ് പിന്നിലുണ്ട് എന്ന വിശ്വാസമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സ്വസ്ഥത, നിങ്ങളിലുണ്ടാക്കുന്ന ഹോർമോണൽ ചേഞ്ച്, ആ ചേഞ്ച് കുട്ടിയുടെ വളർച്ചയ്ക്ക് ഉപകരിക്കും. അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു എന്നത് എന്തായി മാറുന്നറിയോ? നിങ്ങളുടെ ബോഡിയിലെ ഒരു ഫോറിൻ ബോഡിയായി, ഒരു എക്സ്റ്റേണൽ ഫാക്ടറായി, ഒരു ഖാരിജിയായ അമ്രായി അത് മാറും. അങ്ങനെ മാറിയാൽ നിങ്ങൾക്ക് ഈ ശരീരത്തിൻ്റെ പുറത്തുനിന്നുള്ള വസ്തുവിനോടുള്ള സമീപനം എപ്പോഴും റിജക്റ്റിംഗ് ആണ്, റിമൂവിങ് ആണ്, അതിനെ പുറന്തള്ളലാണ്. അപ്പം എപ്പോഴും വൊമിറ്റിംഗ് ഉണ്ടാകും, ഛർദി ഉണ്ടാകും, അസുഖങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ഗർഭിണിയായാൽ തൻ്റെ ഗർഭത്തെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അനുഗ്രഹീതയാണ്. നിങ്ങൾ ഈ സമയത്ത് വലിയ ഉന്നതമായ പ്രതിഫലത്തിൻ്റെ വക്താവാണ്. ഉന്നതമായ തവാബുകൾ, പ്രതിഫലങ്ങൾ കിട്ടുന്ന വലിയ കൂലിയുള്ള, വലിയ പ്രതിഫലമുള്ള ഒരു സ്വാലിഹായ അമലിൻ്റെ, ഒരു വലിയ സൽക്കർമ്മത്തിൻ്റെ വക്താവാണ് നിങ്ങൾ ഗർഭിണിയായിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സ്വസ്ഥത ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം ആത്മാഭിമാനം ഉണ്ടാകും. ഈ ആത്മാഭിമാനം ശരീരം ആ സമയത്ത് അനുഭവിക്കുന്ന പ്രത്യക്ഷമായ വൈയക്തികമായ വയ്യാവേലികൾ തീർച്ചയായും അതിന് വലിയ മാറ്റമുണ്ടാകും. എന്ന് മാത്രമല്ല, പ്രസവം എന്ന് പറയുന്ന പ്രക്രിയ, ആ പ്രസവം എന്ന പ്രക്രിയയോട് ശരീരത്തിൻ്റെ പ്രതികരണം ആരോഗ്യകരമായി മാറും നിങ്ങൾക്ക് ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ. കാരണം എന്താ? ഈ പ്രപഞ്ചത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. രാത്രിയാകേണ്ട സമയം രാത്രിയാകുന്നുണ്ട്, പകലാകുന്ന സമയം പകലാകുന്നുണ്ട്. കടല് വേണ്ടിടത്ത് കടലുണ്ട്, കര വേണ്ടിടത്ത് കരയുണ്ട്. കടല് വേണ്ടിടത്ത്, കാട് വേണ്ടിടത്ത് കാടുണ്ട്, നാട് വേണ്ടിടത്ത് നാടുണ്ട്, ആകാശം വേണ്ടിടത്ത് ആകാശമുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ളൊരു പ്രപഞ്ചം. നിങ്ങൾ പ്ലാനറ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നത്. പ്ലാനറ്റോറിയത്തിൽ ഇങ്ങനെ ആകാശം മേൽപോട്ട് നോക്കി അതിൻ്റെ ഈ വിശാലമായ വിഷ്വൽസ്, കാഴ്ചകൾ കണ്ടാൽ മനസ്സിലാകും ഈ പ്രപഞ്ചത്തിൻ്റെ അതിഭംഗിയുള്ള, കൗതുകമുള്ള, അത്ഭുതകരമായ ചലനങ്ങൾ, കൃത്യമായ സഞ്ചാരപഥങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ടുള്ള ഓരോ ഗോളത്തിൻ്റെയും ചലനങ്ങൾ, ഇങ്ങനെയൊക്കെ നടത്തുന്നൊരു റബ്ബ്, ആ റബ്ബിൻ്റെ ഉടമസ്ഥതയിലാണ് എൻ്റെ വയറ്റിലെ കുഞ്ഞും. കാരണം ചിലപ്പോൾ ഭൗതികവാദിയുടെ കണ്ണിൽ നിന്ന് നോക്കിയാൽ ഈ കുഞ്ഞിൻ്റെ സ്രഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അമ്മയാണ്, ഉമ്മയാണ് എന്ന് പറയാമായിരിക്കാം. പക്ഷേ കാഴ്ചയും യുക്തിയും യുക്തിബോധവുമുള്ള നല്ലൊരു മനുഷ്യനോട് ചോദിച്ചാൽ അവൻ ചോദിക്കും, ഈ കുഞ്ഞ് ആണാകണമെന്ന് തീരുമാനിച്ചത് ഉമ്മയാണോ ബാപ്പയാണോ? അല്ല. ഈ കുഞ്ഞിന് കണ്ണു വേണമെന്നും കണ്ണിന് കാഴ്ച വേണമെന്നും തീരുമാനിച്ചത് ബാപ്പയാണോ ഉമ്മയാണോ? അല്ല. ഈ കുഞ്ഞിന് മൂക്ക് വേണമെന്നും മൂക്കിന് ശ്വസിക്കാനും ഉച്ഛ്വസിക്കാനുള്ള ശേഷി വേണമെന്ന് തീരുമാനിച്ചത് ബാപ്പയാണോ ഉമ്മയാണോ? അല്ല. ആരാ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട്. അങ്ങനെ സൃഷ്ടിച്ച ഒരു റബ്ബിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് പ്രസവത്തെക്കുറിച്ച് നല്ല സമാധാന ബോധമുണ്ടാകും. ഈ സമാധാന ബോധമുള്ള ഗർഭിണി പ്രസവിക്കുന്ന സമയത്ത് നോർമൽ ഡെലിവറി ആയിരിക്കും. പെയിന് വളരെ കുറയാൻ ചാൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല, ഗർഭശേഷം പല ഗർഭിണികളും ദിവസങ്ങൾ ഒരു ദിവസവും 2 ദിവസമൊക്കെ വല്ലാത്ത ശയ്യാവലംബിയായി കിടക്കുന്നത് കാണാം. അങ്ങനെ ആവശ്യം വരില്ല. അവർക്ക് ഉന്മേഷമുണ്ടാകും. താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ കാണുന്ന സമയത്ത് പൂർവോപരി ഉന്മേഷവും നല്ല ആരോഗ്യവും പെട്ടെന്ന് വീണ്ടെടുക്കാൻ കഴിയും. ഇങ്ങനെ ഈ കുഞ്ഞിന് നൽകുന്ന പാരന്റിങ് അവിടെ മുതലേ മാറണം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ് തിരിച്ചു വരാം. ചെറിയ കുഞ്ഞ് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ മുലയൂട്ടുന്നവർ, മുലയൂട്ടുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം, ചിലപ്പോഴൊക്കെ ഉമ്മമാർ പറയുന്നൊരു പ്രയാസമാണ്,
കുഞ്ഞു വല്ലാതെ കരയും. കുഞ്ഞ് ഒന്നിനും സമ്മതിക്കുന്നില്ല. ചെറിയ കുഞ്ഞുള്ള പല ഉമ്മമാരും വീട്ടുജോലികളിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും വിട്ടുനിൽക്കും. എന്തേ കാരണം? ചെറിയ കുഞ്ഞുണ്ട്. ഞാൻ അത്തരം ഉമ്മമാരെ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ പറയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പരിഹാരം പറയാം. ഞാനൊരു അനുഭവം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകും. ഒരു ദിവസം നമ്മുടെ ഒരു ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരു വിഭാഗം, ഒരു കമ്പനി എംപ്ലോയീസ്, ലേഡീസ് ടീമിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് നടക്കുകയാണ്. ഈ ട്രെയിനിങ്ങിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്ററപ്ഷൻസ്, മുടക്കങ്ങൾ എന്താണ്? അപ്പോൾ ഈ സഹോദരിമാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ നല്ലൊരു ശതമാനം, അഥവാ കൊറോണ കഴിഞ്ഞ ഉടനെ ആയിരുന്നു, ചെറിയ കുഞ്ഞുങ്ങളുള്ളവരാണ്. ഈ ചെറിയ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവരെ മുലയൂട്ടലൊക്കെ ഭയങ്കര പ്രയാസമാണ്. കുഞ്ഞുറങ്ങുന്നില്ല. ഇനി ഉറക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയമെടുത്ത് മുലയൂട്ടി എല്ലാം കൂടെ കുഞ്ഞുറങ്ങിയെന്ന് തോന്നി എഴുന്നേറ്റ് വരുമ്പോൾ ഇമാമായിട്ട് എഴുന്നേറ്റ് വരുന്നത് കുഞ്ഞാണ്. ഇതൊരു ആശങ്കയാണ്. ഇതിനെന്താ ചെയ്യാം? അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാറുണ്ടോ? വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, അതുപോലെ ഫേസ്ബുക്ക്, റീൽസ്, ഷോർട്സ്? യെസ്. കാരണം എന്താ? ഫ്രീ ടൈമല്ലേ. എന്നാൽ അത് ഉപേക്ഷിക്കണം. എങ്ങനെയാണ് മുലയൂട്ടേണ്ടത്? മുലയൂട്ടേണ്ടത് ഫിസിക്കലായിട്ട് മാത്രം അല്ല, മറിച്ച് മുലയൂട്ടേണ്ടത് നിങ്ങളുടെ മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ട് ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും വാത്സല്യത്തോടെയും മുലയൂട്ടുകയാണെങ്കിൽ ആ കുഞ്ഞിന്